പിക്ചർസോഫ്റ്റ് ഇൻവെൻ്ററി സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഷോപ്പിൻ്റെ സെയിൽസ് പർച്ചേസ് ആക്ടിവിറ്റീസ്, അതുപോലെ ആ ഷോപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസും, ബാങ്ക് പേയ്മെൻറ്റായി ബാങ്ക് റെസിപ്റ്റ്, അല്ലെങ്കിൽ കസ്റ്റമർ പേയ്മെൻറ്റ്, കസ്റ്റമർ റെസിപ്റ്റ്, ഇങ്ങനെയുള്ള എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും ഇതിൽ രേഖപ്പെടുത്തുകയും അൾട്ടിമേറ്റായിട്ട് നമുക്ക് അതിൻ്റെ ബാലൻസ് ഷീറ്റ്, ഷോപ്പിൻ്റെ ബാലൻസ് ഷീറ്റ്, അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, അല്ലെങ്കിൽ മന്ത്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് മുതലായുള്ള റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാൻ പറ്റും. അത് ഈ 2 മൊഡ്യൂളുകളായിട്ടാണ് ഇതിനകത്തുള്ളത്. ഒന്ന് നമ്മളെ പർച്ചേസ് സെയിൽ എല്ലാം കൂടെ ഉൾപ്പെട്ടിട്ടുള്ള ഇൻവെൻട്രി മൊഡ്യൂളാണ്. അതുപോലെ തന്നെ നമ്മളുടെ ഫിനാൻസ് മൊഡ്യൂൾ, അവിടെയാണ് ക്യാഷ് റെസിപ്റ്റ്, ക്യാഷ് പേയ്മെൻറ്റ്, ബാങ്ക് റെസിപ്റ്റ്, ബാങ്ക് പേയ്മെൻറ്റ്, മറ്റ് ജേണൽ എൻട്രീസ്, കോൺട്രാ എൻട്രീസ് എല്ലാം കൂടി ചേർത്തിട്ടുള്ള നമ്മളുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം നടത്താനുള്ള വൗച്ചർ ക്രിയേഷനും അതുപോലെ ഫിനാൻഷ്യൽ റിപ്പോർട്ടുകളും ചേർത്തിട്ടുള്ള ഫിനാൻസ് മൊഡ്യൂൾ. ഈ 2 മൊഡ്യൂളും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇൻവെൻട്രി മൊഡ്യൂളിലാണ് ഉള്ളത്. ഫിനാൻസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിനാൻസ് മൊഡ്യൂളിൽ എത്താം. ഇൻവെൻട്രി മൊഡ്യൂളിലുള്ള ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പർച്ചേസ്, സെയില്, സെയിൽസ് റിട്ടേൺ, പർച്ചേസ് റിട്ടേൺ, പ്രൊഡക്ഷൻ, പർച്ചേസ് ഓർഡർ, സെയിൽസ് ഓർഡർ, കൊട്ടേഷൻ മുതലായിട്ടുള്ളതാണ്. എല്ലാത്തിനും വളരെ കോമൺ ആയിട്ടുള്ളൊരു ഫോർമാറ്റാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്നതുമാണ് ഈ ഫോർമാറ്റ്. ഇതിൽ GST ഫോം വേണമെങ്കിൽ GST വേണ്ടെങ്കിൽ GST റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഫോമിനെ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഇതിൽ സാധാരണ കസ്റ്റമർ സെലക്ട് ചെയ്യും, അതുപോലെ തന്നെ ഐറ്റം സെലക്ട് ചെയ്യുക. വളരെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്. ഐറ്റം സെലക്ട് ചെയ്യാൻ ഐറ്റം വെറുതെ പ്രസ് ചെയ്താൽ മതി. ഒരു കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റത്തെ നമുക്ക് അതിൻ്റെ ഒന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് കോഡ് അടിച്ചു കൊടുക്കാൻ അറിയാമെങ്കിൽ, കോഡ് ഓർമ്മയുണ്ടെങ്കിൽ കോഡ് അടിച്ചാലും ഐറ്റം ലോഡാവും. അത് ബാർകോഡ് വേണമെങ്കിൽ ബാർകോഡ് ഉപയോഗിക്കാനും സൗകര്യം ഉണ്ടായിരിക്കും. ബില്ല് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്ത് പ്രിൻ്റ് ചെയ്യാം. ഒന്നിൽ കൂടുതൽ ബിൽ ഫോർമാറ്റ് ഒരേ ഫോമിൽ ഉപയോഗിക്കാം. ഒരു ട്രാൻസാക്ഷൻ ഒന്നിൽ കൂടുതൽ ബിൽ ഫോർമാറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇൻവെൻട്രി മൊഡ്യൂളിൽ ഐറ്റം മാസ്റ്റേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഐറ്റം മാസ്റ്റർ എന്ന് പറയുന്നതിൽ എല്ലാ ഐറ്റവും അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം. ഐറ്റം ലിസ്റ്റ്, ഇവിടെ ഒരു മാസ്റ്റർ ലിസ്റ്റ് കാണാം. ഒരു ഐറ്റം എടുത്താൽ ഐറ്റത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കൊടുക്കാം. ഐറ്റത്തിൻ്റെ കോഡ്, നെയിം, HSN കോഡ്, യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റ്, ടാക്സ് സ്ലാബ്, പർച്ചേസ് റേറ്റ്, ഹോൾസെയിൽ റേറ്റ്, MRP, റീറ്റെയിൽ റേറ്റ്, ഡിസ്കൗണ്ട് റേറ്റ് മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും. അതുകൂടാതെ ഒരു കമ്പനി വൈസ് ആണെങ്കിൽ കമ്പനി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുകൂടാതെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം, ഐറ്റംസിനെ ഗ്രൂപ്പ് ചെയ്യാം. ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് വൈസ് സ്റ്റോക്ക് റിപ്പോർട്ട് മുതലായിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ഇത് ഇൻഡിവിജ്വലായിട്ട് ഐറ്റം എൻട്രി ആണെങ്കിൽ ഈ ഫോം ഉപയോഗിച്ച് നമുക്ക് എൻ്റർ ചെയ്യാം. അതല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഐറ്റം എൻട്രി ഫോമാറ്റ് ഉണ്ട്, മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ക്രിയേഷൻ ഉണ്ട്, മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് എഡിറ്റിംഗ് ഉണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഐറ്റത്തിന് ഒരേ സമയത്ത് നമുക്ക് എൻ്റർ ചെയ്യാം. അത് നിങ്ങൾ എക്സൽ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എക്സൽ ഷീറ്റ് നേരിട്ട് നമുക്ക് ലോഡ് ചെയ്യാൻ പറ്റും. എക്സൽ ഷീറ്റിൽ നിന്ന് നേരിട്ട് നിങ്ങളെ ഐറ്റം ലിസ്റ്റ് ലോഡ് ചെയ്യാം. അത് നമ്മൾ മാസ്റ്റേഴ്സിലേക്ക് ആഡ് ചെയ്യുകയും ചെയ്യാം. സെയിൽസ് ഫോം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡാറ്റ എൻട്രി വളരെ എളുപ്പമാണ്. കസ്റ്റമർ സെലക്ട് ചെയ്യാം. കസ്റ്റമർ വേണം നിർബന്ധമില്ല, കൊടുക്കണമെങ്കിൽ. അതുപോലെ അഡ്രസ്സ്, മാസ്റ്റേഴ്സിൽ നിന്ന് അഡ്രസ്സ് വേണമെങ്കിൽ അഡ്രസ്സ് സെലക്ട് ചെയ്യാം. അവരുടെ GST ഫോൺ നമ്പറും എല്ലാം ലോഡാവും. അത് കഴിഞ്ഞ് ഐറ്റം നമുക്ക് സെലക്ട് ചെയ്യാം. ഐറ്റം ഒന്നെങ്കിൽ കോഡ് വഴി സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ പേര് ഉപയോഗിച്ചിട്ട് സെലക്ട് ചെയ്യാം. റേറ്റ് നേരത്തെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ എൻ്റർ ചെയ്യാം. അതിനുശേഷം മൾട്ടിപ്പിൾ ഗോഡൗൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗോഡൗൺ പറയാം. ഇതില്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ഒരു ഗോഡൗൺ ഉള്ളെങ്കിൽ ആ ഗോഡൗൺ സെലക്റ്റഡ് ആവും. അല്ലെങ്കിൽ സെയിൽസ് പേഴ്സൺ ഉണ്ടെങ്കിൽ സെയിൽസ് പേഴ്സൺ പറയാം. സെയിൽസ് പേഴ്സൺ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെയിൽസ് പേഴ്സൺ വൈസുള്ള റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് എടുക്കാം. അതുപോലെ തന്നെ പേയ്മെൻറ്റ് മെത്തേഡ് നിങ്ങൾക്ക് ക്യാഷ് എടുക്കാം, ഗൂഗിൾ പേ എടുക്കണമെങ്കിൽ ഗൂഗിൾ പേ കൊടുക്കാം. അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട്. പ്രീവിയസ് ബില്ലിലേക്ക് പോകാൻ 2 മെത്തേഡ് ഉണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് പോകാം. സെർച്ച് ചെയ്യുമ്പോൾ ഡിഫറെൻറ്റ് ക്രൈറ്റീരിയ ഉപയോഗിച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. അതല്ലെങ്കിൽ പ്രീവിയസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രീവിയസ് ബില്ല് നിങ്ങൾക്ക് കിട്ടും.
അതിനെ നമുക്ക് പ്രിൻ്റ് എടുക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ബിൽ ഫോർമാറ്റ് ഡിസൈൻ ചെയ്ത് അതിലേക്ക് എടുക്കാം. മൾട്ടിപ്പിൾ ബിൽ ഫോർമാറ്റും പോസിബിളാണ്. ഇൻവെൻ്ററിയിൽ പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ നമുക്ക് എടുക്കാം. ട്രാൻസാക്ഷൻ പർച്ചേസ് രജിസ്റ്റർ ഉണ്ട്, സെയിൽസ് രജിസ്റ്റർ ഉണ്ട്, പർച്ചേസ് റിട്ടേൺ രജിസ്റ്റർ, അതുപോലുള്ള എല്ലാ ട്രാൻസാക്ഷൻ്റെ രജിസ്റ്ററുകളും നമുക്ക് ഇതിനകത്ത് കിട്ടും. അതുപോലെ GST റിപ്പോർട്ടുകൾ വേണമെങ്കിൽ GST റിപ്പോർട്ടുകളെല്ലാം ഉണ്ടാവും. അതുപോലെ ട്രാൻസാക്ഷൻ ഐറ്റം ഡീറ്റെയിൽസിൻ്റെ റിപ്പോർട്ടുണ്ട്. അതുപോലെ സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്, ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, സ്റ്റോക്ക് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്, ഐറ്റം മൂവ്മെൻറ്റ് മുതലായിട്ടുള്ള സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. അതുകൂടാതെ ഐറ്റം അനാലിസിസ് ഉണ്ട്, സ്റ്റോക്ക് പ്രഡിക്ഷൻ റിപ്പോർട്ടുണ്ട്, ഐറ്റം ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഉണ്ട്. അതെല്ലാം നമുക്ക് കിട്ടും. കൂടാതെ നമ്മൾ ഈ ബിൽ എടുക്കുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോക്ക് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഒരു ഐറ്റം എടുത്തു കഴിഞ്ഞാൽ ആ ഐറ്റത്തിൻ്റെ സ്റ്റോക്ക് നമുക്ക് കൂടെ താഴെ കാണിക്കും. അതല്ലെങ്കിൽ ആ ഐറ്റം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐറ്റം എടുക്കുമ്പോൾ തന്നെ ഐറ്റത്തിൻ്റെ സ്റ്റോക്ക്, ഓരോ ഐറ്റത്തിൻ്റെയും സ്റ്റോക്ക് ഇവിടെ കാണിച്ചു തരും. അതുകൂടാതെ പലതരത്തിലുള്ള ഓപ്ഷൻസ് അതിൻ്റെ അകത്തുണ്ട്. ഈ ഓപ്ഷൻസൊക്കെ നമുക്ക് ഓരോ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. സോഫ്റ്റ്വെയർ ഇൻവെൻ്ററി സോഫ്റ്റ്വെയറിലെ ഒരു മോഡ്യൂളാണ് ഫിനാൻസ്. ഫിനാൻസ് മോഡ്യൂളിൽ നമ്മളുടെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാം. വൗച്ചറുകൾ, ക്യാഷ് പേയ്മെൻറ്റ്, ക്യാഷ് റെസിപ്റ്റ്, ബാങ്ക് പേയ്മെൻറ്റ്, ബാങ്ക് റെസിപ്റ്റ്, ജേണൽ എൻട്രി, കൗണ്ടർ എൻട്രി മുതലായിട്ടുള്ള വൗച്ചറുകളാണ്. അതിൽ ക്യാഷ് പേയ്മെൻ്റ് ആണെങ്കിൽ ക്യാഷ് പേയ്മെൻറ്റ്, ക്യാഷ് അക്കൗണ്ട് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ആ ക്യാഷ് അക്കൗണ്ട് നമുക്ക് കൂടെ സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഏത് എക്സ്പെൻസ് അക്കൗണ്ടിലേക്കാണ് കൊടുക്കുന്നത് എക്സ്പെൻസ് അക്കൗണ്ട് കൊടുക്കും. അതിൽ എമൗണ്ട് എത്രയാണോ എൻ്റർ ചെയ്ത് സേവ് ചെയ്താൽ മാത്രം മതി. അങ്ങനെ ഓരോ ട്രാൻസാക്ഷനും നമുക്ക് ഇതിൽ എൻ്റർ ചെയ്യാം. അതിന് ബേസ് ചെയ്തിട്ടുള്ള എല്ലാവിധ റിപ്പോർട്ടുകളും ഉണ്ടാവും. ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെയുള്ള റിപ്പോർട്ടുകളെല്ലാം ഇതിൽ ഉണ്ടായിരിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ട്രേഡ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, മന്ത്ലി പ്രോഫിറ്റ് ആൻഡ് ലോസ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫോർ എ പീരീഡ്, ട്രയൽ ബാലൻസ്, ഇതെല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇതെല്ലാം സ്ക്രൂ ഡൗൺ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പോൾ സ്ക്രൂ ഡൗൺ ചെയ്യാം. സ്ക്രൂ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ബാങ്കിൻ്റെയും ട്രാൻസാക്ഷൻ വരെ നമുക്ക് സ്ക്രൂ ഡൗൺ ചെയ്ത് പോകാം.